നമസ്കാരം. ഉസ്ബെക്കിസ്ഥാനിൽ സഹപാഠി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം ലാപ്ടോപ്പ് കൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്തിന്റെ മൃതദേഹം വ്യാഴാഴ്ച വൈകിട്ട് 5 ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലടുത്തുള്ള പുതുക്കാട് സുപ്രഭാതം വീട്ടിലെത്തിച്ചു. അച്ഛൻ ബസന്ത് കരച്ചിലടക്കാൻ പാടുപെടുന്ന കാഴ്ചയായിരുന്നു. സഹോദരൻ സാവന്ത് അച്ഛന്റെ കൈ പിടിച്ചു നിന്നു. മുത്തശ്ശി സുപ്രഭ മൃതദേഹത്തിനരികിൽ ബോധം കെട്ടു വീണു. അതേസമയം അപകടം പറ്റി മകൾ ചികിത്സയിലാണെന്നാണ് അമ്മ മിനി ബുധനാഴ്ച വൈകും വരെ വിശ്വസിച്ചിരുന്നത്. എന്തായാലും ടെലിവിഷൻ ഓഫാക്കിയും അടുത്ത ബന്ധുക്കളെ പോലും അകറ്റി നിർത്തിയുമാണ് ആ അമ്മയെ മരണവാർത്ത അറിയിക്കാതിരുന്നത്. പക്ഷേ അറിയിക്കേണ്ടതായി വന്നു അവർക്ക്. ഉസ്ബെക്കിസ്ഥാനിൽ സഹപാഠിയുടെ അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നായിരുന്നു മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു. സദറുൽ മതപരിവർത്തനത്തിന് സാവരിയെ നിർബന്ധിച്ചിരുന്നതായും വിസമ്മതിച്ചതിനെ തുടർന്ന് തല മുതൽ കാൽ വരെ അതിക്രൂരമായി അടിച്ചു ചതച്ചാണ് കൊലപ്പെടുത്തിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. പ്രതി നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട് സുപ്രഭ ഭവനത്തിൽ ബസന്ത് മിനി ദമ്പതികളുടെ മകളായ സാവരിയ ബസന്തും പ്രതി സദറുൽ ആനമും ഉസ്ബെക്കിസ്ഥാനിലെ ഖുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. വ്യാഴാഴ്ച പുലർച്ചെയോടെ കൊച്ചിയിലെത്തിച്ച സാവരിയയുടെ മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കി. ഉസ്ബെക്കിസ്ഥാൻ പോലീസ് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ തലക്കേറ്റ പരിക്ക് മാത്രമാണ് മരണകാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരീരത്തിലെ മറ്റ് ക്രൂരമായ ചതവുകളെക്കുറിച്ച് അതിൽ പരാമർശമില്ലാത്തതിനാലും കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമാണ് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം നാട്ടിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയത്. പ്രതിയായ സദറുൽ ആനം മുൻപും സാവരിയെ പലതവണ ഉപദ്രവിച്ചിരുന്നതായി സഹപാഠികൾ പറഞ്ഞു. ലാപ്ടോപ്പ് കൊണ്ട് പെട്ടെന്ന് അടിച്ചു കൊന്നതല്ലെന്നും ശരീരത്തിൽ മുറിവില്ലാത്ത ഭാഗമില്ല എന്ന വിധം ക്രൂരമായാണ് മർദ്ദിച്ചതെന്നും ബന്ധുക്കൾ പറഞ്ഞു. പ്രതി സാവരിയെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിരുന്നതായി സഹപാഠികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന് ശേഷം പെൺകുട്ടി താഴെ വീണു പരിക്കേറ്റതാണെന്ന് പറഞ്ഞാണ് പ്രതി സാവരിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം കുറ്റം സമ്മതിക്കാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. കൊലപാതകം വിദേശത്താണ് നടന്നതെങ്കിലും പെൺകുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹരിപ്പാട് പോലീസ് സദറുൽ ആനത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേരളത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര കരാർ അനുസരിച്ച് ഇരയും പ്രതിയും ഇന്ത്യൻ പൗരന്മാരായതിനാൽ കേസ് ഇന്ത്യക്ക് വിട്ടു നൽകാൻ ആവശ്യപ്പെടാം. പ്രതിയുടെ കുടുംബവും വിചാരണ കേരളത്തിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ വിചാരണയടക്കമുള്ള നിയമ നടപടികൾ നാട്ടിലേക്ക് മാറ്റാനാണ് സാധ്യത.